കുറച്ച് ഡിലേ ഒക്കെ ആയിട്ടാണ് ആക്ഷൻ ഹീറോ ബിജു തിയേറ്റേഴ്സിലെത്തിയത്. എന്തായാലും ഫിലിം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റോറിയാണ്. ഒരു സംശയം വേണ്ട, ഫിലിം തിയേറ്റേഴ്സിൽ ഒരു ഹിറ്റ് തന്നെയാണ്. ഈ സിനിമയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ റിയൽ പൾസും ഫീലും ഒക്കെ. സബ് ഇൻസ്പെക്ടർ ബിജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് ഫിലിം പ്രോഗ്രസ് ചെയ്യുന്നത് ഈ പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇയാൾക്ക് ചുറ്റും നടക്കുന്നതുമൊക്കെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരനോടൊപ്പം ഒരു യാത്ര തന്നെയാണ് ആക്ഷൻ ഹീറോ ബിജു. മലയാള സിനിമയിൽ ഇത്ര ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരു പോലീസ് ഓഫീസർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും ഒക്കെയും വളരെ ഭംഗിയായിട്ടാണ് ഈ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1983 എന്ന ഹിറ്റ് ഫിലിമിന് ശേഷം ഏതൊരു സബ്ജക്റ്റും എബ്രിഡ് ഷൈൻ എന്ന ഡയറക്ടറുടെ കയ്യിൽ സേഫ് ആണ് എന്നുള്ള കാര്യം ഈ സിനിമയോടെ നമുക്ക് മനസ്സിലാക്കാം. സബ് ഇൻസ്പെക്ടർ ബിജു പൗലോസ് ആയിട്ട് നിവിൻ പോളി തിളങ്ങിയിട്ടുണ്ട് ഈ സിനിമയിൽ. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ജെസ്റ്റേഴ്സും ഇമോഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ആണ് നിവിൻ പോളി ചെയ്തിരിക്കുന്നത്. ഈ സിനിമ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ബിജു, നല്ല പേര്. നമസ്കാരം. വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട് ഡയറക്ടർ ഈ സിനിമയിലൂടെ. സമൂഹത്തിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടക്കുന്ന ക്രൈം റേറ്റും അതിനുള്ള കാരണങ്ങളും ഒക്കെയും ഓരോരോ ഇവന്റ്സ് ആയിട്ട് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരു കോമഡി ആക്ടറിന് പുറമെ ഒരു പിവറ്റൽ ക്യാരക്ടറാണ് ഈ സിനിമയിൽ സുരാജ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ടിപ്പിക്കൽ പ്ലോട്ടോ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. സിനിമയുടെ നരേഷനോടൊപ്പം തന്നെയാണ് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ വന്നു പോകുന്നത്. പക്ഷേ സ്ഥിരമായിട്ടുണ്ടാവുന്നത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമാണ്. ഒരു പോലീസ് ഓഫീസറിൻ്റെ ലൈഫ് ഈ സിനിമയിലൂടെ വളരെ ഭംഗിയായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ. സത്യത്തിന് വേണ്ടി നിൽക്കുകയും പൊരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബിജുവിൻ്റേത്. ലീഡ് ഹീറോയിൻ റോളിലെത്തുന്ന അനു ഇമ്മാനുവലിന് കാര്യമായിട്ടൊന്നും ഈ സിനിമയിൽ ചെയ്യാനില്ല. എന്നിരുന്നാലും അനുവിൻ്റെ സ്ക്രീൻ പ്രസൻസ് നോട്ടബിൾ ആണ്. ജൂഡ് ആൻ്റണി, മേജർ രവി, സൈജു കുറുപ്പ്, ദേവി അജിത്, ജോജു ജോർജ് എന്നിവരൊക്കെ മറ്റ് കാസ്റ്റിലെത്തുന്നുണ്ട്. സിനിമറ്റോഗ്രഫി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാനായി. ചെറിയ ചെറിയ ഫ്ലോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ജെറി അമൽദേവിൻ്റെയും രാജേഷ് മുരുകേഷിൻ്റെയും മ്യൂസിക് കഥയുമായി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ഈ സിനിമ ഒരു എബ്രിഡ് ഷൈൻ ആൻഡ് നിവിൻ പോളി മാഗ്നം ഓപ്പസ് എന്ന് വേണം പറയാനായിട്ട്. ചുരുക്കി പറയുവാണെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു ഒരു വെൽ എൻ്റർടൈനിങ് മൂവി തന്നെയാണ്. അതുകൊണ്ട് ഈ സിനിമ കാണാൻ പോകാനായിട്ട് ആരും മടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പോയി കാണാം.